നീ മതിയെന്നേശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനം 34:15 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. സ്തോത്രം. നമ്മൾ അപേക്ഷിച്ച ഉത്തരം തരും ദൈവമക്കളെ. അത്രയ്ക്കും ഭക്തിയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഇറക്കി വെക്കേണ്ട കാര്യങ്ങൾ ഇറക്കി വെക്കുകയും നമ്മുടെ സങ്കടങ്ങൾ കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ തിരുത്തി തന്ന് നമ്മളെ ബലപ്പെടുത്തി ആത്മാവിൻ്റെ ഫലം കായ്പാൻ തക്കണം കർത്താവ് നമ്മളെ ഒരുക്കുന്ന ഈ നല്ല ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് ആരാധിക്കുന്ന മക്കളെ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. സത്യമല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച വിഷയത്തിൽ കർത്താവ് പ്രവർത്തിച്ചെന്നൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം സാക്ഷ്യം വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും പറയണ്ടേ? ഹല്ലേലൂയ, സ്തോത്രം. തളരാതെ നിന്നാൽ ഇനിയും സാക്ഷ്യം പറയാൻ ദൈവം സഹായിക്കും. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. ദൈവമേ സ്തോത്രം. ആമേൻ. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം എടുക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ ഇടയാകട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അടിയങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ആ കണ്ണ് തുറന്നു തന്ന്, ആ കാത് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പ്രത്യാശ ഏറെ ഞങ്ങളെ വഴി നടത്തുകയാണ് കർത്താവേ. ദൈവത്തിങ്കിലുള്ള പ്രത്യാശ അത് മാത്രമാണ് കർത്താവേ, അത് മാത്രമാണ്. അവിടുത്തെ വിളിയ്, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ ശബ്ദം കേട്ട അടിയങ്ങളുടെ ജീവിതത്തിൽ ഇന്നും അനുഭവിച്ചറിയുക കർത്താവേ, ഈ ദൈവം ജീവിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയ്ക്ക് ഒരു കുറവ് പോലും വരുത്താതെ, ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവരായി തീരാതെ, ദൈവം നടത്തിയ നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെതായ എന്തെങ്കിലും കുറവുകളാണോ എന്ന് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരുത്തി കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയത്തെ കർത്താവ് തൊട്ടനുഗ്രഹിക്കണമേ, സാക്ഷ്യപ്പെടുത്താൻ ഇടയാക്കണമേ. രോഗാവസ്ഥയിലിരിക്കുന്നവർക്കൊക്കെയും കർത്താവ് സൗഖ്യം വരുത്തണമേ, സമാധാനം കൊടുക്കണമേ, സന്തോഷം കൊടുക്കണേ, ദീർഘായുസ് കൊടുക്കണമേ. കുടുംബമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണേ. ദാമ്പത്യ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കണേ. മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവം കൊടുത്ത സകല നന്മകൾക്കും അന്ത്യത്തോളം നന്ദിയുള്ളവരായി തീരുവാൻ നിർമ്മലമായൊരു ഹൃദയം കർത്താവ് ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം.